السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: قال الله تعالى: يا ابن آدم إنك ما دعوتني ورجوتني غفرت لك على ما كان منك ولا أبالي يا ابن آدم لو بلغت ذنوبك غلال السماء ثم استغفرتني غفرت لك يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. റവാഹു അത്ർമുദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റമദാൻ സമാഗതമാകുകയാണ്. പല ആളുകളുടെയും മുഖത്ത് ഒരു മ്ലാനത, അല്ലെങ്കിൽ ഉള്ളിനുള്ളിൽ ഒരു പ്രയാസം, നീരസം, ആശങ്ക, ആകുലത കടന്നു വരാറുണ്ട് പലപ്പോഴും. ഞാനൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തവനല്ല, ഇനിയിപ്പോൾ എന്താ നിസ്കരിച്ചിട്ട് കാര്യം, അതുകൊണ്ടാണ് നിസ്കാരം നിർത്തിവെച്ചു. ചില ആളുകൾ അള്ളാഹുമായുള്ള ബന്ധം തന്നെ അറ്റിച്ചു കളഞ്ഞു. പിന്നെ ശൈത്വാൻ എന്തൊക്കെ മനോഹരമാക്കി കൊടുത്തു ആ വഴികൾ തിരഞ്ഞെടുത്തു. അവന്റെ മനസ്സിൽ തൊന്നാൽ ഒരു കല്ല് അടഞ്ഞതുപോലെ, ഇനി ഞാൻ നേരാവൂല, ഞാനൊന്നും ശരിയാവില്ല, എനിക്കൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തോ മർഹമത്തോ തരികയില്ല. സമൂഹവും ചില ആൾക്കാരെ അങ്ങനെ മുദ്രകുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങാനും ഒരു കുപ്പിക്കഷ്ണമായി ജീവിച്ച് മാനസാന്തരം വന്ന് ഒരു വാങ്ങോ ഖുത്ബ ആരെങ്കിലും ഉപദേശമൊക്കെ കേട്ട് പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇത് നന്നായില്ലേ എന്ന ചോദ്യത്തോടു കൂടി പിന്നെ അതിന്റെ കുരട്ടില് മണ്ണെണ്ണ വീണ പിന്നെ അത് നന്നാവൂല. ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്തമായ ആളുകളുണ്ട്. തെറ്റുകളിൽ ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതിവിശിഷ്ടങ്ങളായ 4 ആയത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് നമുക്കൊക്കെ അറിയാവുന്ന അൽ ബഖറയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന അഅ്ലമുൽ ആയ, ഏറ്റവും സവിശേഷമായ ആയത്തായിട്ടാണ് അതിനെ മുഫസ്സിറുകളായ ആളുകൾ രേഖപ്പെടുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാൻ പറ്റും അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും അഅ്ലമായ ആയത്ത് അതാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് നന്മയും തിന്മയും നീതിയും അനീതിയും ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്താണ്. തവക്കുൽ ചെയ്യാൻ ഒരാൾക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തി അള്ളാഹുവിൽ ബരമേൽപ്പിച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും, എൻ്റെ ഉപജീവന മാർഗം, എൻ്റെ പഠിത്തം, എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ ശരിയാകും എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂറത്തു ത്വലാഖിലെ 2-ാമത്തെ ആയത്ത് അള്ളാഹുവിൽ ആരെങ്കിലും തവക്കുൽ ചെയ്താൽ അള്ളാഹു അയാളുടെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു മഖ്റജ്, തുറവി ഉണ്ടാക്കാതെ ഇരിക്കുകയില്ല. അതൊരു ശുഭപ്രതീക്ഷ നൽകുന്ന ആയത്താണ്. അതോടുകൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ എല്ലാ അടിമകളെയും അങ്ങേയറ്റം നിരാശയിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്ന, ആശയുടെ തീരത്തേക്ക് അടുപ്പിക്കുന്ന ഒരായത്തായിട്ട് കാണാൻ പറ്റും. നബിയെ പറയുക, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവനവനോട്, മറ്റൊരാളോടല്ല, അവനവനോട് തന്നെ സ്വന്തം നഫ്സിനോട് തെറ്റുകുറ്റങ്ങൾ അധികമായി ചെയ്ത എൻ്റെ അടിമകളോട് പറയണം, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അത് സമൂഹത്തിലെ ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള ആളുകളാണ് എന്ന് സമൂഹം വിലയിരുത്തുന്ന ആളുകളുടെ കുത്തകയല്ല. അതാ നാട്ടിലെ ഏറ്റവും വൃത്തിഹീനനും അധസ്ഥിതിയിൽ ജീവിക്കുന്നവനും അതല്ലെങ്കിൽ ദൈവമാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ട്രാക്ക് മാറി ഓടിയവനും അവകാശപ്പെട്ടതാണ്. ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹു ഇനി എന്നോട് കരുണ കാണിക്കുമോ, എനിക്ക് പുറത്തു തരുമോ, എന്റെ തെറ്റുകുറ്റങ്ങൾ മറച്ചു വെക്കുമോ എന്നുള്ളൊരു ആശങ്കയും വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. 4-ാമത്തെ അധ്യായം സൂറത്തു
നിസാഇൽ 48-ാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ഒഴികെയുള്ളത്, ഒരാൾ ശിർക്കിൽ തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ശിർക്ക് പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അതിൽ നിന്ന് മാറി തൗബ ചെയ്താൽ അതും ആ പരിധിയിൽ വരും. എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത പാപങ്ങൾ വന്നുപോയെങ്കിൽ അത് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ പുറത്തു കൊടുക്കാത്ത പാപങ്ങൾ എന്ന് പറയുന്ന ഗണത്തിലേക്ക് ശിർക്ക് വരുന്നു. ഒരു മുശ്രിക്ക് അല്ലെങ്കിൽ ഒരു ശിർക്ക് ചെയ്ത ഒരാൾ അബദ്ധവശാലോ അറിഞ്ഞോ അല്ലെങ്കിൽ നിർബന്ധിതമായ സാഹചര്യത്താലോ രക്തത്തിളപ്പുകൊണ്ടൊക്കെ ആ സമയത്ത് അത് ശിർക്കാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ അരുകുപറ്റി ജീവിക്കേണ്ടി വന്നാൽ പിന്നീട് അത് കുറ്റബോധം തോന്നി തിരുത്തി നന്നായി എങ്കിൽ അള്ളാഹു ആ വ്യക്തിയെയും എന്ത് ചെയ്യില്ല, കൈയൊഴിയുകയില്ല. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. ഒരു ഖുദ്സിയായ ഹദീസാ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അത് സഹാബികൾ കേൾക്കുകയും രേഖപ്പെടുത്തി വെക്കുകയും നമുക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒന്ന്. എന്താ പറഞ്ഞത്? യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ, മനുഷ്യ എന്ന് വിളിച്ചിട്ട് പറയാം, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. എന്നോട് നീ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ അടുക്കൽ എത്ര തെറ്റു പറ്റിപ്പോയാലും ഞാനത് ഒരു നിലക്കും വിലവെക്കുന്നതില്ല, അത് പരിഗണിക്കില്ല, ആ തെറ്റുകളെ ഞാൻ വിലവെക്കുകയില്ല. യാ ഇബ്ന ആദം ലൗ ബലഗത ദുനൂബക വലാന സമാ, നിന്റെ തെറ്റുകുറ്റങ്ങൾ ഒരു പക്ഷേ ആകാശങ്ങളോളം വിപുലമായിരിക്കാം. സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക, എന്നിട്ടും നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ അത് ഞാൻ പുറത്ത് നിനക്ക് ഇസ്തിഗ്ഫാർ നൽകുക തന്നെ ചെയ്യും. യാ ഇബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഓ ആദമിന്റെ മകനെ അല്ലെങ്കിൽ മനുഷ്യനെ, നീ ഒരു ഭൂമിയുടെ പരപ്പിനത്രയും തെറ്റുകുറ്റങ്ങൾ ചെയ്തു. സുമ്മ ലഖീതനി, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്തു. ലാ തുശ്രിക് ബി ശൈഅ, നേരത്തെ പറഞ്ഞേ ശിർക്ക് ചെയ്യാത്ത നിലയിലാണ് അനേക പാപങ്ങളും തെറ്റുകുറ്റങ്ങളുമായി നീ എന്നെ കണ്ടുമുട്ടിയത് എങ്കിൽ പോലും ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ആ ഭൂമി നിറച്ചും തെറ്റുകളുമായി വന്ന നിനക്ക് ഞാൻ നിന്നെ സമീപിക്കുന്നത് അത്രയും മഗ്ഫിറത്തുകളുമായിട്ടായിരിക്കും. 1000 തെറ്റുകുറ്റങ്ങളുമായി ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനേക്കാൾ വിശാലമായ മഗ്ഫിറത്തുമായി ആ വ്യക്തിയെ കണ്ടുമുട്ടും. ഇത്രയധികം പ്രതീക്ഷ നൽകുന്ന, ഏതൊരു പാപം ചെയ്യുന്നവനും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വചനവും ഇല്ലാത്ത രൂപത്തിലാണ് അള്ളാഹുവിന്റെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസ് ഖുദ്സിയായതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായ എല്ലാ ദൗർബല്യങ്ങളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് സലീമായ ഹൃദയത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എത്രയും പെട്ടെന്ന് നീക്കിക്കൊടുത്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർ
ترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.